പുനർവിവാഹം ചെയ്തപ്പോൾ ഹസീന എന്ന പേര് ചേർത്തിട്ടില്ല. ലക്ഷ്മിപ്രിയയുടെ വാക്കുകളിലെ അഹങ്കാരവും കയ്പും മറുപടിയുമായി ഉഷ. നടി ലക്ഷ്മിപ്രിയയുടെ വർഗീയത നിറഞ്ഞ ആരോപണങ്ങളിൽ മറുപടിയുമായി ഉഷ ഹസീന. 1988 സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനാണ് തനിക്ക് ഉഷ എന്ന പേര് നൽകുന്നതെന്നും അല്ലാതെ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ താൻ പേര് യാതൊരു മാറ്റവും നടത്തിയിട്ടില്ലെന്നും ഉഷ പറയുന്നു. ഇനി ഉഷയുടെ വാക്കുകളിലേക്ക്. അല്ലയോ അടർക്കളത്തിലെ യോദ്ധാവേ, വലിയ ഉപദേശങ്ങളും ക്ലാസുകളുമായി ഇറങ്ങും മുമ്പ് സ്വന്തം സംസാര രീതി ഒന്ന് കണ്ണാടിയിൽ നോക്കി പരിശോധിക്കുന്നത് നന്നായിരിക്കും. എന്താണ് ഉഷ ഉദ്ദേശിച്ചത്? ആ അഹങ്കാരവും കയ്പും ഒന്ന് കുറയ്ക്കാൻ കാണിച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ. അന്യൻ്റെ മേൽ വിഷം വാരി എറിയുന്നതിന് മുൻപ് സ്വന്തം സംസാരത്തിലെ ഈ നിലവാര തകർച്ചയെങ്കിലും ഒന്ന് ബോധ്യപ്പെട്ടാൽ നന്നായിരുന്നു. 1988 ബാലചന്ദ്ര മേനോൻ സാർ മലയാള സിനിമയിൽ എന്നെ നായികയായി പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇട്ട പേരായിരുന്നു ഈ ഉഷ. ഹസീന ഹനീഫ് എന്ന ഞാൻ അന്നു മുതൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബാലചന്ദ്ര മേനോൻ സർ അദ്ദേഹം പരിചയപ്പെടുന്ന നായകന്മാരുടെ പേരുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഹിന്ദുവിന് വിവാഹം കഴിക്കാൻ വേണ്ടി പേര് മാറ്റിയിട്ടൊന്നുമില്ല. യോജിക്കുന്നവരോടെല്ലാം കണ്ടപാടെ ജിഹാദി എന്ന് വിളിച്ച് മുദ്രകുത്താൻ താങ്കൾക്ക് കിട്ടിയ ആ ലൈസൻസ് എവിടെ നിന്നാണ് അത്ഭുതം തോന്നുന്നു. വായു തുറന്നാൽ വർഗീയ വിഷം മാത്രം തുപ്പുന്ന താങ്കൾ മറ്റുള്ളവർക്ക് താൻ നന്മയും മര്യാദയും പഠിപ്പിക്കാൻ നടക്കുന്നത് ശരിക്കും ഒരു കോമഡി ഷോ പോലെയാണ്. മറ്റുള്ളവർക്ക് ഉപദേശം കാട്ടുന്ന ആ വാക്കുകളുടെ ആവേശം സ്വന്തം വാക്കുകളും പ്രവർത്തിക്കാമായിരുന്നു. ആർക്കു വേണ്ടിയും താൻ പേര് മാറ്റിയിട്ടില്ല, മതവും മാറ്റിയിട്ടില്ല. പുനർവിവാഹം ചെയ്തപ്പോൾ ഹസീന എന്ന പേര് ചേർത്തിട്ടുമില്ല. ശരിയാണ്, ഞാൻ ചിലർക്ക് ഉഷയും ചിലർക്ക് ഹസീനയും ആണ്. എൻ്റെ വീട്ടുകാരും എനിക്ക് അടുപ്പമുള്ള ചലച്ചിത്ര പ്രവർത്തകരും എൻ്റെ നാട്ടുകാരും ഇപ്പോൾ എന്നെ ഹസീന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ എൻ്റെ കുടുംബവും ഭർത്താവിൻ്റെ കുടുംബവുമായി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും അന്തസ്സോടും തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നില്ല, ചിലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സഹപ്രവർത്തകരുടെ അടുത്ത് പരാതിയുമായി കരഞ്ഞു പറഞ്ഞിട്ടില്ല. പിരിയുകയാണ് എന്ന് ഒറ്റയ്ക്കാണ് ജീവിതം എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് പിന്നീട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യകതയും എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഗതികേടുണ്ടായിട്ടില്ല. ഇത്തരം ലീലാവിലാസങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാം. വലിയ തള്ളുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊന്നമ്മ ബാബുവിനെയും KPSC ലളിതയെയും ഭാഗ്യലക്ഷ്മിയെയും ഒക്കെ ഓർക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. യോദ്ധാവിൻ്റെ ഇന്നത്തെ പോസ്റ്റിന് വേണമെങ്കിൽ ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്യാൻ സ്കോപ്പുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കെട്ടിവയ്ക്കാൻ 1 കോടി രൂപ ഒന്നുമില്ലേ. നമ്മൾ പാവപ്പെട്ടവളാണേ. രോദനം ഇനിയും തുടരും എന്നും PR വർക്ക് ഉണ്ടാകുമെന്നും സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നടക്കട്ടെ. പിന്നെ നമ്മൾ ചോദിച്ച ആ ശരിയായ കണക്കിൻ്റെ കാര്യം മറക്കണ്ട. കള്ളക്കണക്കിൻ്റെ തെളിവുകൾക്ക് മുന്നിൽ പതറി ഓടിയിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുന്ന ആ പതിവ് പരിപാടി ഇവിടെ വേണ്ട. വ്യക്തമായ കണക്ക് പറഞ്ഞ് മറുപടി നൽകാൻ കാണിക്കാത്ത ഈ അമാന്തം താങ്കളുടെ യഥാർത്ഥ മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഓർക്കുക, ഇതുപോലെ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. അന്ന് ഓടികളിക്കാൻ ഒരിടവും കാണില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു മറുപടിയും തരാൻ എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ അർഹിക്കുന്നുമില്ല. ഇങ്ങനെ പോകുന്ന ഉഷ ഹസീനയുടെ വാക്കുകൾ. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഉഷ ഹസീന പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിവിടെ കമൻറ്റ് രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്